അപ്പോൾ കൂട്ടുകാരെ, വളക്കാഞ്ചേരി നഗരസഭയുടെ സർവ്വശുദ്ധി എന്ന് പറയുന്ന ഒരു റിങ് കമ്പോസ്റ്റ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങളും ഒരു യൂണിറ്റ് വാങ്ങിയിട്ട് 10, 250, 300 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു കോൺക്രീറ്റിൻ്റെ റിങ് കമ്പോസ്റ്റാണ്. ഇങ്ങോട്ട് നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ ചേർത്തിട്ട് അതിന് മീതെ ഇനോക്കുലം ചേർത്തതിന് മീതെ കരിയില കമ്പോസ്റ്റ് അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഭയങ്കര വൃത്തിയിൽ നമ്മൾ കൊണ്ടു നടക്കുകയാണ്. ഇത് പറയാൻ വന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ വേസ്റ്റ് ഇടുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ബ്ലാക്ക് സോൾജർ ഫ്ലൈ അതായത് പട്ടാളപ്പറവാന്ന് കൊണ്ടൊരു ഈച്ച വരും. ഈ ഈച്ച വന്നിട്ട് നോക്കിയാൽ ഈച്ചയ്ക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിൽ ഇതേപോലെ നോക്കിട്ടാ, ഇതേപോലെ പറ്റാവുന്ന സ്ഥലങ്ങളിൽ അവർ മുട്ടയിട്ട് പോവും. ഇതിപ്പോൾ ചുരുങ്ങിയതിപ്പോൾ ഒരു 1-2 ദിവസമായിട്ടുള്ള മുട്ടകളാണ്. ഈ മുട്ടകൾ വിരിഞ്ഞിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോവും. ഈ കാണുന്നത് ഒരു ദിവസം പ്രായമായിട്ടുള്ള മുട്ടകളാണ്. ഈ മുട്ടകൾ കുറച്ചും കൂടി മെച്ചൂർഡായി കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റ് റിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് പറ്റി പിടിച്ചിരിക്കുന്നത് മുഴുവൻ താഴോട്ട് വീണ്, ഈ കാണുന്ന താഴോട്ട് വീണ് നമ്മുടെ കമ്പോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് വന്ന് വീഴുകയാണ് സാധാരണ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം ഞങ്ങളുടെ വേറെ കമ്പോസ്റ്റ് യൂണിറ്റാണ്. ഇത് ഇങ്ങോട്ട് നോക്കിയാൽ ഇതാണ് നമ്മുടെ ഈ ഇല മാറ്റുമ്പോൾ നോക്കിക്കോട്ടെ നിങ്ങൾ. ഇത് കണ്ട, ഈ കാണുന്നതാണ് നമ്മുടെ കുറച്ചും കൂടി മെച്ചൂർഡായിട്ടുള്ള ലാർവകൾ. ഇത് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ കോഴിക്ക് കിട്ടുകൊടുത്താൽ കോഴിക്ക് കുഴിമന്തി ബിരിയാണി കിട്ടിയ പോലെ ഇരിക്കും. അതുകൊണ്ടാ കണ്ടമാനം സാധനങ്ങൾ നമ്മുടെ ഇതിലുണ്ട്. ഇവരാണ് നമ്മുടെ കമ്പോസ്റ്റ് ഇനോക്കുലം ചേർത്തതിന് പുറമെ ഇവരും കൂടി വന്നിട്ട് നമ്മുടെ കമ്പോസ്റ്റ് യൂണിറ്റിൽ വന്നിട്ട് കമ്പോസ്റ്റാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ വളമാക്കി തരും. ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് വളമായിട്ട് തീരുകയെന്ന് പറഞ്ഞാൽ മാത്രമല്ല, നമുക്കിത് ആവശ്യമുള്ള ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് വളരെ മെച്ചപ്പെട്ട രീതിയിൽ, ചിലവ് കുറഞ്ഞ രീതിയിലുള്ള വളം കൂടിയും ശേഖരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ കാണുന്ന മുഴുവൻ മെച്ചൂർഡായിട്ടുള്ള ലാർവകളാണ്. കണ്ട, ഇവർ നമുക്ക് യാതൊരു ദോഷം ചെയ്യില്ല, വേസ്റ്റ് മാത്രമേ കഴിക്കുള്ളൂ. ഇവരുടെ മെച്ചൂർഡായിട്ടുള്ള ഇവറ്റ പ്രാണിയായി വന്നു കഴിഞ്ഞാൽ വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. അതേപോലെ തന്നെ ഇവറ്റ ഇണ ചേർന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ നശിച്ചു പോവും. പെണ്ണ് മുട്ടയിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നശിച്ചു പോവും. അപ്പോൾ ഇവർ നമുക്ക് ശരിക്കും പറഞ്ഞൊരു പട്ടാളപ്പറവ തന്നെയാണ്. ഇതാണ് നമ്മുടെ തോട്ടത്തിലൊക്കെ വന്ന് നമ്മളെ സഹായിക്കുന്ന മിത്ര പുഴുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ.